ആദിവാസി മേഖലയിലൊക്കെ ഭക്ഷണത്തിന് വേണ്ടി പോലും ഇപ്പോഴും വനവിഭവങ്ങൾ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. വനവിഭവങ്ങൾ ശേഖരിക്കാനായിട്ട് പോയ ഒരു മൂപ്പനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ വത്സയ്ക്കാണ് ഈ ആക്രമണം നേരിടേണ്ടി വന്നത്. തീർച്ചയായിട്ടും ദാരുണമായൊരു സംഭവമാണ്. ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ഈ ആനകളുടെ ശല്യം വളരെ വ്യാപകമായിട്ട് ഇപ്പോൾ ജനവാസ മേഖലയിലേക്ക് അടക്കം ഇപ്പോൾ പരിയാരം വരെയുള്ള പ്രദേശങ്ങളിൽ കൃഷിനാശം നിരന്തരമായി സംഭവമായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വന്യമൃഗം പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ ഡീസൽ അടിക്കാൻ പോലുള്ള കാശ് അവർക്കില്ല. വളരെ കാലമായിട്ടുള്ളൊരു ആവശ്യമാണ്. ഒരു ദ്രുത RRT റാപ്പിഡ് റെസ്പോൺസ് ടീം ഇവിടെ ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മൾ നിയമസഭയിൽ നിരവധി തവണ ആവശ്യപ്പെട്ടതാണ്. ഈ ആനകൾ ജനവാസ മേഖലയിലേക്കും അതുപോലെ ആദിവാസി ഊരുകളിലേക്കും കടന്നു വരുമ്പോൾ ഒരു അടിയന്തരമായ ചികിത്സ ഇപ്പോൾ ഇത് തന്നെ ഒരു ദാരുണമായ സംഭവമാണ്. ഇപ്പോൾ വാച്ചുമരത്തിൽ നിന്ന് ഈ അപകടമുണ്ടായി അവിടെ ആംബുലൻസ് എത്താനായിട്ട് സമയം വൈകി ഒരു അടിയന്തര ചികിത്സ കൊടുക്കാൻ വെറ്റിലപ്പാറ ഹോസ്പിറ്റലിൽ പോലും അതിനുള്ള സൗകര്യമില്ല. ഈ ചാലക്കുടിയിലേക്ക് കിലോമീറ്ററുകൾ താണ്ടി വരേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അടിയന്തരമായി ആ പ്രദേശത്ത് കിടത്തി ചികിത്സയും അടിയന്തര ചികിത്സ കൊടുക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ വേണമെന്ന് നിരന്തരമായിട്ടൊരു ആവശ്യമാണ്. ഇതുവരെയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അതിനുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല. വാഹനം എത്താൻ തന്നെ വളരെ വൈകി. അതുമാത്രമല്ല ഈ ആദിവാസി മേഖലകളിലൊക്കെയുള്ള ദുരിതം വളരെ ഭയാനകമായ രീതിയിലാണ്. പല മേഖലകളിലേക്ക് മരയേക്കാപ്പ് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് അതുപോലെയുള്ള സ്ഥലങ്ങളിലൊന്നും വാഹനം എത്തിച്ചേരാൻ പറ്റുന്ന സാഹചര്യമില്ല. അവർക്ക് കൃഷി ചെയ്യാനായിട്ടുള്ള സ്ഥലം കൊടുക്കണമെന്ന് വനാവകാശ നിയമം നടപ്പാക്കിയിട്ട് അവർക്ക് കൃഷി ചെയ്ത് ജീവിക്കാനായിട്ടുള്ള കൃഷിഭൂമി അനുവദിക്കണമെന്ന് നിരന്തരമായി നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. കൃഷിഭൂമി ഇത്തരം ഇപ്പോൾ ഈ ഊരിലടക്കം കൃഷിഭൂമി ഇല്ലാത്ത സാഹചര്യമാണുള്ളത്. തീർച്ചയായിട്ടും വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഈ ആന മാത്രമല്ല നിരവധി ആനകൾ ഇപ്പോൾ അവിടെ ഉള്ള മറ്റൊരു ആനയടക്കം നിരന്തരം റോഡിലിറങ്ങി കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആനകളാണ്. അപ്പോൾ പ്രത്യേകിച്ച് വരൾച്ചയൊക്കെ ഉള്ളൊരു സമയത്ത് ഒരു ജാഗ്രത വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് 2 ദിവസം മുമ്പ് നമ്മൾ DFO ഓഫീസിൻ്റെ മുന്നിൽ MP അടക്കം ജനപ്രതിനിധികളടക്കമുള്ള ആളുകൾ സമരം ചെയ്തത്. ഡിപ്പാർട്ട്മെൻറ്റ് ശ്രദ്ധയിൽ ഈ വിഷയം നമ്മൾ കൊണ്ടുവന്നതാണ്. അല്ല, ഇതിൽ ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകണം. ആദിവാസി മേഖലകളിലൊക്കെ അവർ വീടുകൾ ചോർന്നൊലിക്കുന്നൊരവസ്ഥയാണ്. കൃഷിഭൂമി അവർക്ക് കൊടുക്കുന്നില്ല. അർഹമായ നഷ്ടപരിഹാരം കൊടുക്കണം. നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ളതല്ല, അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനായിട്ടുള്ള സംവിധാനം ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഇതിപ്പോൾ ആദ്യത്തെ ഒരു സംഭവമല്ല. 1.5 വർഷം മുമ്പാണ് ഒരു ചെറിയ കുട്ടി അതിരപ്പള്ളിയിൽ ഇതേപോലെ കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായത്. നിരവധി കൃഷി മേഖലകൾ ജനവാസ മേഖലകളിലൊക്കെ നിരന്തരമായിട്ട് ആന ഇറങ്ങി വലിയ ദുരന്തങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്.